ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്കായി സർക്കാർ ഒരുക്കിയ സംരക്ഷണാലയമാണ് ശിശുക്ഷേമ സമിതി. ഇവിടെയുള്ള അമ്മത്തൊട്ടിൽ ഉൾപ്പെടെ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അവിടെ നിന്നാണ് ഇന്നലെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നത്. 2.5 വയസ്സുകാരിയോട് കുഞ്ഞിന്റെ ആയമാർ കാട്ടിയ ക്രൂരതയുടെ വിവരങ്ങൾ. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച് വിവരം 3 ആയമാർ മറച്ചുവെച്ചത് ഒരാഴ്ച. കൈക്കും പിറകുവശത്തും സ്വകാര്യ ഭാഗത്തും മുറിവേറ്റ നിലയിലായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കടുത്ത വേദന സഹിച്ച് ആ കുഞ്ഞ് ഒരാഴ്ച കഴിച്ചുകൂട്ടിയതും ശിശുപരിപാലനത്തിനായുള്ള സർക്കാരിന്റെ സംരക്ഷണാലയത്തിൽ തന്നെ. സമാന സംഭവം മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും പരാതിപ്പെടുന്നതിൽ കാര്യമില്ലെന്നുമുള്ള മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ കൂടി പുറത്തുവരുമ്പോൾ ന്യൂസ് ഈവനിംഗ് ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇതോ ശിശുക്ഷേമം. ഈ ചർച്ചയിൽ നമുക്കൊപ്പം ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ ഗോപിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസ് പ്രതിനിധി, മുൻ ആയ ടെലിഫോൺ ലൈനിൽ വരും. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ ചെയർമാനെയും ഈ ചർച്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. എല്ലാവർക്കും സ്വാഗതം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇന്നലെ ഏതാണ്ട് ഈ സമയത്ത് തൊട്ട് മുൻപായിട്ട് പുറത്തു വന്നത്. ഈ ക്രൂരത കുഞ്ഞ് ഒരാഴ്ചയോളം സഹിച്ചു. അത് കഴിഞ്ഞാണ് അതും മറ്റൊരായ നോക്കാൻ വന്നപ്പോൾ അവർ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെയാണിത് ഈ വിവരം അറിഞ്ഞതും അത് ഡോക്ടറുടെ അടുത്തേക്ക് എത്തിയതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും പിന്നീട് അത് പോലീസിലേക്ക് പോകുന്നതും കേസായി മാറുന്നു. പോക്സോ കേസ്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ചുമത്തി 3 ആയമാരെയും അത്തരം നടപടിക്കൊക്കെ വിധേയരായിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ പല കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ഒരു മുൻ ആയയുടെ പ്രതികരണം അല്പസമയം കഴിയുമ്പോൾ നമുക്കത് കിട്ടുകയും ചെയ്യും. അവർ തത്സമയം നമ്മളോട് പ്രതികരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് അവർ കൂടി സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ നടപടിയിലൂടെ ഒതുക്കേണ്ടുന്ന ഒന്നാണോ ഇത്? ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. അനുജ, സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കണക്കാരെങ്കിലും എടുക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഈ CWCയുടെ കീഴിലുള്ളതെന്ന് പറയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളാണ്. CWCയുടെ കുട്ടികളാണ് അവർ. ഈ CWC എന്ന് പറയുന്ന ഒരു സംവിധാനം എന്തൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ചെയ്യുന്നത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കേണ്ട ഒരു സമയമാണിതെന്ന് എനിക്ക് തോന്നുവാണ്. കാരണം നമുക്ക് ഞെട്ടിക്കുകയല്ലേ, അമ്മമാരായാലും രക്ഷിതാക്കൾ മുഴുവൻ ഞെട്ടുന്ന തരത്തിൽ എത്ര ക്രൂരമായിട്ട് ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ആരെ കൊണ്ട് കഴിയും? മുന്നായ പറഞ്ഞെന്ന് പറയുമ്പോൾ മുന്നായയുടെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ മുന്നായെ പറഞ്ഞുവിടാനുള്ള കാരണത്തെ സംബന്ധിച്ചൊക്കെയാണ് അവർ വിശദീകരിക്കുന്നത്. അതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. ഈ CWC ഇതിനകത്ത് എന്ത് മോണിറ്ററിങ് കഴിഞ്ഞ കാലങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ CWCയുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്, ഞങ്ങൾ കൃത്യമായ മോണിറ്ററിങ് നടത്തും, ഞങ്ങൾ വിസിറ്റ് നടത്തും. ഇവരുടെ ബൈലോയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ബൈലോ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്? എത്ര സ്ഥലങ്ങൾ ഈ CCTVയുടെ സർവീലിയൻസിലുണ്ട്? ഈ CCTVയുടെ സർവീലിയൻസിലില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ബാത്റൂമിലൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെ ഈ കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് എന്നതാണ്. അപ്പോൾ അവിടെ CCTV ഉണ്ടാകില്ല അല്ലേ? ഇല്ലല്ലോ. കുളിമുറിയിലേക്ക് പോകുമ്പോൾ അവിടെ CCTV ഇല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ കുളിമുറിയിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിലാണ് ഈ കൊച്ചുങ്ങളെ ഇത്ര മോശമായി ഈ ആയമാരെ ആരാ റിക്രൂട്ട് ചെയ്യുന്നത്? എല്ലാവരും താൽക്കാലികമാണ് എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞു കേട്ടത് മുഴുവൻ. ഈ താൽക്കാലികമായ ആയമാരെ റിക്രൂട്ട് ചെയ്ത ആളുകൾ ആരൊക്കെയാണ്? അതിലൊരായയെ സംബന്ധിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത കാണിച്ചതിൻ്റെ പേരിൽ സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടാൽ പക്ഷെ രാഷ്ട്രീയ സ്വാധീനത്തിൽ തിരികെ വന്നു എന്നാണ് പറഞ്ഞത്. ഏത് രാഷ്ട്രീയ സ്വാധീനം? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെങ്കിലും കേരളത്തിൽ സത്യം പറയാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ മന്ത്രാലയമില്ലേ? ഈ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന മന്ത്രാലയം എവിടെ? അതിന്റെ തലപ്പത്തുള്ള മന്ത്രി ആരാണ്? 24 മണിക്കൂറായാലും അവരൊക്കെ ഒന്ന് പുറത്തു വരട്ടെ. ഈ കുഞ്ഞിനെ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അവരൊക്കെ നിശബ്ദരായിട്ടിരുന്ന് CWC ഇന്ന് സത്യത്തിൽ രാജിവെക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. CWC രാജിവെക്കണം. CWC രാജിവെച്ചിട്ട് പുതിയ CWC അംഗങ്ങൾ വരട്ടെ, പുതിയ ആളുകൾ വരട്ടെ. ഇപ്പോൾ ഇന്ന് അവർ യോഗം കൂടി. ഇപ്പോൾ ഇത് സംഭവം ഉണ്ടായതിനു ശേഷം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ അവർ സന്ദർശിക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് 61 ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഈ 61 സ്ഥലത്തുമുള്ള പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാനുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ ആദ്യം വേണ്ടത്. കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി വർത്തമാനം പറയുമല്ലോ, കൊച്ചുകുട്ടികൾ അവരുടെ വേദനകൾ അവർ തുറന്ന് പറയിപ്പിക്കാൻ,
അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷനെ സർക്കാർ പിന്നെ നിയോഗിക്കണം, കോടതിയുടെ നിരീക്ഷണത്തിൽ നിയോഗിക്കണം. കാരണം ഇതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു നാടായിട്ട് ഇപ്പോൾ കേരളം മാറിയില്ലേ? എത്ര കുഞ്ഞുങ്ങളെ ഈ കേരളത്തിൽ കാണാതെ പോകുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്ക് പിന്നെ അറിയാൻ പറ്റുന്നുണ്ടോ വല്ലതും? എത്ര ഞാൻ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കില്ല. പെൺകുട്ടികളെ കാണാതെ പോകുന്ന നാടായിട്ട് മാറുന്നു. അവർ സ്വസ്ഥമായി സുരക്ഷിതമായി താമസിക്കേണ്ട ഇടങ്ങളിൽ ഇതുപോലെയുള്ള താൽക്കാലിക ആയമാരെ വെച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് നിയോഗിക്കുന്ന ആളുകളെ വെച്ച് ആ കുട്ടികളെ ഉപദ്രവിക്കുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ പോലും ഇതിന് ബന്ധപ്പെട്ട ആളുകളൊന്നും മറനീക്കി പുറത്തു വന്ന് വർത്തമാനം പറയാൻ തയ്യാറാകുന്നില്ല. ഇവിടെ CWCയെ പിന്നെ വെള്ളപൂശുന്ന നിലപാടുമായിട്ട് കുറേ ആളുകൾ വരുന്നത് ഞാൻ കാണുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം. അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ മതിപ്പായിരിക്കും. പക്ഷേ ഇത് നമുക്ക് മതിപ്പാണോ? ഇത് എത്ര കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ? ഈ സംസ്ഥാനത്തെ കണക്കാരെങ്കിലും എടുത്തോ? കഴിഞ്ഞ വർഷം എത്ര കുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇത് ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും, അല്ലേ? ഇപ്പം തന്നെ 10,000 കേസുകൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനത്തിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ പൊതുവായ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ക്രിമിനൽ നടപടി നിയമപ്രകാരമുള്ള നടപടികളാണ് ഇവിടെ ആവശ്യം. ഇതിനകത്ത് ചെയർമാനായിട്ടിരിക്കുന്നവരും അതിനകത്ത് മറ്റ് ഭാരവാഹിത്വത്തിലിരിക്കുന്നവരാരും രക്ഷപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മിണ്ടാപ്രാണികളെ പോലെയല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ 2 വയസ്സും 1.5 വയസ്സും ഒക്കെയുള്ള കുട്ടികളെ കൊണ്ടുചെന്ന് അതുങ്ങൾ അവിടെ എത്തിപ്പെടുന്നത് ഏത് രീതിയിലൊക്കെയാണ് എന്ന്